ഇന്നത്തെ പരിപാടി സാമ്പാർ ഉണ്ടാക്കലാണ്. അതിന് അധികം വലിച്ചിട്ടില്ല, ഡിലേ അടിക്കുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലിരിക്കാം. ഗൈസ്, അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നതാണ് കരിവേപ്പില, പിന്നെ ഇഞ്ചി, ചെറുള്ളി, പിന്നെ ചെറുനാരകത്തിൻ്റെ ഇല, പിന്നെ പച്ചമുളക്, പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിടുക. അപ്പം നമുക്ക് നേരെ നമ്മുടെ സംഭാരം ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഗൈസ്, ഇനി വരാൻ പോകാൻ നമ്മുടെ മെയിൻ സാധനമാണ് തൈര്. ഗൈസ്, അപ്പം നമുക്ക് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസ് എടുത്ത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഗൈസ്. ഗൈസ്, നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ട് നിങ്ങൾ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഗൈസ്, അപ്പം നമ്മൾ ജാറിലിട്ട് നമ്മുടെ മിക്സൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടെ ഗൈസ്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഗൈസ്. നമ്മൾ അടിച്ചെടുത്ത സാധനമൊക്കെ നന്നായിട്ട് അരിഞ്ഞുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ തൈര് നെയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഗൈസ്. തൈര് നല്ല തൈരട്ടെ, അത്യാവശ്യം നല്ല തൈരട്ടെ ഗൈസ്. നമുക്കിനി പളപള തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഗൈസ്. ഗൈസ്, ഇനി നമുക്ക് തൈരിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ടുണ്ട് ഗൈസ്. നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തുള്ളൂ. ഒരു 20 സെക്കൻഡ് വേണ്ട. പക്ഷെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് ഗൈസ്. നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക തൈരൊക്കെ ഇട്ടിട്ട്. ഗൈസ്, നമ്മളപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചേരം കൂടി മതി, അതിനെ നമ്മൾ നിർത്തും. എന്നിട്ട് നമ്മൾ സാധനം നമ്മൾ എടുക്കാൻ പോവാണ് ഗൈസ്. നമുക്ക് ഇപ്പോൾ സാധനം എടുക്കാറായി. അപ്പം നമുക്ക് തുറന്നു നോക്കാം ഇനി എന്താ അവസ്ഥ എന്ന്. ഗൈസ്, നമ്മൾ തുറന്നിട്ടുണ്ട്. തുറന്നപ്പോൾ നല്ല സ്മെല്ല് അടിക്കണ്ട മോനെ. മൂക്കിലേക്ക് അടിച്ച് കയറി അതിൻ്റെ മണം അങ്ങോട്ട്. നല്ല മുളകിൻ്റെ ഇതിൻ്റെ ഒക്കെ ഒരു മണം. പച്ചമുളക് ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ അതിൽ കാണുന്നുണ്ടാ. മണക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയ്ക്കും എരിവാണോ അത്ര പച്ചമുളക് ഇട്ടാൽ മതി. കൂടുതൽ ഒന്നും ഇടണ്ട കേട്ടോ. ഗൈസ്, നമ്മുടെ സാധനം അപ്പം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമുക്ക് നമ്മുടെ സാധനം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കിടക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒന്ന് പകർത്തിയുണ്ട്. നമ്മൾ തിരിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുകയാണെന്ന് വെച്ചാൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാനുണ്ട് ഗൈസ് നന്നായിട്ട്. ഗൈസ്, ഇപ്പോഴും മറ്റേ മുളകിൻ്റെ മണം നന്നായിട്ടുണ്ട് ഗൈസ്. പച്ചമരം അപ്പം നമ്മൾ നേരെ നമ്മുടെ പവർ സംഭാരം നമ്മുടെ ഗ്ലാസ്സിലേക്ക് പകർത്തിയുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി അടുത്ത് സീനില്ല. അപ്പം പച്ചമരം നമ്മൾ നമ്മുടെ സാധനം ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ്, അപ്പം അവിടെ നാടൻ സംഭാരങ്ങൾ കുടിച്ചു നോക്കാട്ട. കിണ്ണസാണ്ട ഗൈസ്. ഗൈസ്, കുടിച്ചോണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. എൻ്റെ മോനെ കിണ്ണസാണ്. കിണ്ണസാണ് പവർ സാണ്ട ഗൈസ്.